സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ഉപയോഗിക്കപ്പെടാൻ പണം ഉപയോഗിക്കപ്പെട്ടിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ മേഖലയിലാണ് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിലൊരു കോംപ്ലിക്കേഷൻ ഇപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ട്. അത് പരിഹരിച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പുറത്തുനിന്നുള്ള ഫണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ എക്കണോമിയെ, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് ഒരു പ്രവാസി സമൂഹമുള്ള സംസ്ഥാനമാണ്. അവരുടെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചാരിറ്റികൾ നമ്മുടെ നാട്ടിൽ അറിഞ്ഞും അറിയാതെയും ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരുപാട് നടക്കുന്നുണ്ട്. അതിനെ ബാധിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. അത്ര ശരിയല്ല എന്നുള്ളതല്ല, അത് സത്യത്തിലൊരു BJP-യുടെ ഒരു ഹിഡൻ അജണ്ട. പ്രത്യേകിച്ച് ഈ NGO എന്നുള്ളത് ഉൾപ്പെടെ ഇതിനുള്ള പ്രസ്താവനകൾ അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഈ ലൈസൻസ് കൊടുക്കാൻ വൈകിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിഷേധിക്കപ്പെട്ട ഈ സ്വത്ത് കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കുന്ന അതോറിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ അത് വളരെ നിഷ്കളങ്കമായി കാണേണ്ട ഒന്നാണോ? അല്ല, നിഷ്കളങ്കമായിട്ട് കാണണ്ട. ഇത് പതുക്കെ പതുക്കെ ഈ അധികാരത്തിൽ ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ ആ 10 കൊല്ലവും കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ കൊല്ലവും ഒരു തവണയോ അല്ലെങ്കിൽ 2 കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും പെട്രോളിന് വില കൂടുന്നതിന് സമരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്രോളിന് വില കൂടാതിരിക്കുന്നില്ല, 100% വില കൂടി. ഇപ്പോൾ പെട്രോളിന് വില കയറി എന്ന് പറഞ്ഞ് ഞാനൊരു സമരം കണ്ടിട്ട്, ലോറി സമരം, ബസ് സമരം ഒക്കെ കണ്ട കാലം മറന്നു. കാരണം പതുക്കെ പതുക്കെ നമ്മളുടെ ഈ എന്ത് ചെയ്യാന എന്നുള്ള പോലെ ഒരു ഉൾക്കൊള്ളുന്ന അവസ്ഥയിലോട്ട് നമ്മൾ പതുക്കെ മാറുന്നുണ്ട്. അപ്പം അത് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഇല്ലായ്മ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, എല്ലാത്തിനും ഈ സഹായമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളിലേക്ക് വരണം, ഞങ്ങളിലൂടെ പോകാവുള്ളൂ, അല്ലേത് എടുക്കും എന്നുള്ളതൊരു നിലപാട് ശരിയല്ല. അത് നിഷ്കളങ്കമായ നിലപാടാണെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഇവര് രാജ്യത്തിന്റെ സുരക്ഷ എന്നൊരു വാക്ക് ഇതിൽ വെക്കുന്നിടത്തോളം കാലം ഞാൻ അതുകൊണ്ടാണ് 100% എന്ന വാക്ക് ഉപയോഗിച്ച് പറയാത്തത്. അത് മുന്നിലായി വെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് പ്രധാനമായും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന NGO-കളെ തന്നെ ആണല്ലോ. നമ്മളെ ഒരുപാട് ആളുകൾ അതിലൂടെ കൃത്യമായ ഒരു സോഷ്യൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. ആ പണം മുഴുവൻ അങ്ങനെ ഒരു രാജ്യവിരുദ്ധ പരിപാടികൾക്കൊന്നും അല്ലല്ലോ ഉപയോഗിക്കപ്പെടുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാം കൂടി എടുത്ത് മാറ്റിവെക്കുന്നതിന് പകരം എപ്പോഴും ആ പ്രശ്നത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യസുരക്ഷയുടെ പ്രശ്നം 2010-ലെ ഭേദഗതിയോടെ തന്നെ പ്രശ്നമില്ല. 2010-ൽ ഇത് 5 വർഷം കൂടുമ്പോൾ ഭേദഗതി വരുന്നു. 2010-ലെ ഭേദഗതിയോടെ തന്നെ രാജ്യസുരക്ഷയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകം അത്രയും കാണണമല്ലോ, നമ്മുടെ ഇന്ത്യൻ അവസ്ഥ. അപ്പൊ ഇത് വളരെ കൃത്യമായി ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നുള്ള നമ്മൾ തീർത്ത് പറയേണ്ടത്. രാഷ്ട്രീയം അത് ഒരു ഇന്ന അജണ്ടയുടെ ഭാഗമായിരിക്കണം. അതല്ല ഇതിന്റെ രംഗത്ത് വരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ ആശങ്ക എന്നതാണ് ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സാധനമായിട്ടാണ്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ തീർത്തങ്ങ് പറയണമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ ഇതിന്റെ പുറകെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ NGO-കൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പുറത്തുനിന്ന് വരുന്നിടത്തുനിന്നാണ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായി പ്രതിഷേധിക്കേണ്ട, എല്ലാം നമ്മളിലൂടെ വരാവുള്ളൂ. ഇതിന്റെ ലൈസൻസിങ്ങിന്റെ പ്രശ്നങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇടപെടുന്നത്. എല്ലാ കാര്യത്തിലും, എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നിയന്ത്രണം ഉണ്ടല്ലോ. കൊടുത്താലും ഞാൻ ഒരു 50 രൂപ വരെ ഉള്ളതിൽ നിന്ന് 50-ൽ നിന്ന് 100-അടുത്തേക്ക് എത്തിയത് 10 കൊല്ലം കൊണ്ടും 50 കൊല്ലം കൊണ്ട് 50 രൂപയാണല്ലോ ആയിട്ടുണ്ടായിരുന്നത്. ഏൽപ്പിച്ചാലും അതിന്റെ പുറത്തൊരു നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഒരു സർവാധികാരമല്ലല്ലോ ഒരു പ്രൈവറ്റ് സെക്ടറിന് കൊടുത്താലും കൊടുക്കുന്നത്. പിന്നീട് വരുന്ന ഈ വില നിർണ്ണയിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്താൽ പിന്നെ നിയന്ത്രണമില്ല. അതിന്റെ ഒരു തുടർച്ചയാണ്. അതാണ് ഈ പ്രശ്നം. അല്ല, എണ്ണ കമ്പനികൾക്ക് കൊടുത്ത ശേഷവും ഇമീഡിയറ്റ് അല്ലല്ലോ കൂടിയിട്ടുള്ളത്. കൊടുത്ത ശേഷവും എത്രയോ നാൾ ഇവിടെ കൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് വില ഇരുന്നിട്ടുള്ളത്. അതിനുശേഷം തന്നെയാണ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ. അതിനു മുമ്പുള്ള 50 വർഷത്തിനേക്കാളും കൂടുതലാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടിയിട്ടുള്ളത്. അത് എതിർക്കാൻ പറ്റില്ല. ഞാൻ 2014 ഒരു 50 രൂപയ്ക്കൊക്കെ 1 ലിറ്റർ പെട്രോൾ അടിക്കായിരുന്നു എനിക്ക്. ഇപ്പൊ അത് പറ്റില്ല. 10 കൊല്ലം കൊണ്ട് 100% വർധനം എന്ന് പറയുന്നത് ചെയ്യരുതല്ലോ. ഒരു ഗവൺമെന്റിന് ഇതിന്റെ പുറത്തൊരു നിയന്ത്രണം ഉണ്ടല്ലോ, അതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പാലക്കാടിലെ ജനപ്രതിനിധികൾ നാണക്കേടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുൻഗാമിയായ MLA രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഇപ്പോൾ കൗൺസിലർ അശോക. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? നടക്കാൻ പാടില്ലാത്തതാണ് അത്. ഞാൻ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ
അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുമാണ്. അപ്പം പ്രാദേശികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ആളുകൾ ചെയ്ത കാര്യങ്ങൾ അത്ര കണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് ബോധ്യങ്ങളുണ്ടല്ലോ. MLA ഒരു വ്യക്തിയാണല്ലോ. MLA ഓഫീസിലേക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ പെരുമാറുന്ന MLA ഓഫീസിലേക്ക് എന്ത് രീതിയിലാണ് മറ്റു വോട്ടർമാരായിട്ടുള്ള സ്ത്രീകൾ എങ്ങനെ കയറി ചെല്ലുന്ന ഒരു ചോദ്യമല്ലേ? അപ്പൊ അത് ശരിക്കും ഒരു നാടിനെയും കൂടെ ബാധിക്കുന്നതല്ലേ? കാരണം അതിനെങ്ങനെയാണ് ഒരു വ്യക്തിപരം മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക? ഒരുപാട് സ്ത്രീകൾ കടന്നു ചെല്ലുകയും ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുമുണ്ടല്ലോ. വ്യക്തിപരം എന്ന് പറയുന്നത് വ്യക്തിയായിട്ട് ചെയ്യുന്നതല്ലേ? ചെയ്ത ഒരാളോട് സൗഹൃദം സ്ഥാപിച്ച ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നാളെ ഒരു സമീപനം സ്വീകരിക്കില്ലേ? അങ്ങനെ ഉറപ്പില്ലല്ലോ, സാധ്യതയില്ലേ? കാരണം ഈ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കേസുകളുടെയൊക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അല്ല, കേസ് 3 അല്ലെങ്കിൽ അതിനധികമോ ആളുകളാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾ MLA ഓഫീസിൽ പോയിട്ടുണ്ടാകുമല്ലോ എന്തായാലും. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കൊരാളെ ചൂഴ്ന്നു കയറി നോക്കാനൊന്നും ഒരു സാഹചര്യത്തിലും പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ഇത്ര പേരുണ്ട്, നമ്മളിപ്പോ ഒന്നിച്ചിരിക്കുകയാണ്. സാർ നോക്കിയിട്ട് വന്നിരുന്നെങ്കിൽ ഇത് ഉണ്ടാകില്ലെന്നുള്ള ഉറപ്പുകളും നമുക്കില്ലല്ലോ. ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് ഒരാളെ ചൂഴ്ന്നു നോക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറയുകയും അതിനുശേഷം ഞാനിപ്പോൾ ഒരു 12 ദിവസത്തോളം ഇവിടെ പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആളുകൾ കാര്യമായി അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കുന്നില്ല. നിയമം, പോലീസ്, അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകൾ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ആ പരാതികൾ അവർ കൃത്യമായി അന്വേഷിച്ചോളും. അതിൽ എനിക്കൊന്നും പറയാനുള്ളതില്ല. അതിന് ഇത് തന്നെ ഉത്തരം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ 12 ദിവസം മുമ്പല്ലേ ഇവിടെ വന്നത്. ഞാനിവിടെ എത്ര പേരെ ഞാൻ പരിചയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഞാൻ പരിചയപ്പെട്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇത്രയും ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിൽ ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ ഉത്തരം പറയാനായിട്ട് സാധിക്കും? നമ്മൾ നിങ്ങളോടൊപ്പമാണ് ഇത് അറിയുന്നത്. സ്വീകരിക്കാനെത്തിയ ആൾ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലും ആൾ നിന്നിട്ടുണ്ട്, എൻ്റെ കൂട്ടത്തിലും ആൾ നിന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇതിനകത്ത്? ഓരോരുത്തരും ഇങ്ങനെ ഇതൊക്കെ ഓരോരുത്തരുടെ മോറൽ സൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ? അല്ലെ ജനങ്ങൾക്കും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആരും ഇതൊരു കാര്യം ചെയ്ത് അറിയുന്നത് വരെയും നമ്മൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലല്ലോ ഇതിനെ പറ്റിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് വിഷയങ്ങളിൽ പരാതിയുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പോലീസ് കേസ് അന്വേഷിക്കട്ടെ, നിയമപരമായി അന്വേഷിക്കട്ടെ. ചൂഷണം ചെയ്യപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടട്ടെ. ഇത് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാൻ സാധിക്കുള്ളൂ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എന്തോ ഞാൻ സ്ഥാനാർത്ഥി അല്ലായിരുന്നെങ്കിലും എനിക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ. എനിക്കറിയില്ല അല്ലേ? പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യവും പോലീസിൽ കിടക്കുന്ന ഒരു കേസിനെ കുറിച്ചും സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചല്ലേ ഈ രണ്ടുപേരും അതേ ചിഹ്നത്തിൽ മത്സരിച്ച് ഇപ്പോഴും അതേ സ്ഥാനം തുടരുന്നു. ഇക്കാര്യത്തിൽ രാജി എഴുതി വാങ്ങേണ്ട ബാധ്യതയില്ലേ പാർട്ടി? അല്ല, പോലീസ് കേസ് നിൽക്കുകയല്ലേ. നമുക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ലല്ലോ. MLA ആക്കിയതിനകത്ത് എല്ലാ ജനങ്ങൾക്കും പങ്കുണ്ടല്ലോ. എല്ലാവരും ഒന്നിച്ചല്ലേ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളല്ലേ. നമുക്ക് ആവശ്യപ്പെട്ടാലും അങ്ങനല്ലേ, ജനങ്ങളിലല്ലേ വിജയിച്ചത്. മറ്റു പാർട്ടികളിൽ ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ എല്ലാവരും ഇതുപോലെ രാജിവെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, ഈ വിഷയത്തിൽ എല്ലാ പാർട്ടിയും ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അതാ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയായി എനിക്ക് പറയാനുള്ള നിലപാടുകൾ ഇത്രയേ ഉള്ളൂ. പോലീസിൽ കേസെടുത്തിട്ടുണ്ട്, പരാതി എടുത്തിട്ടുണ്ട്, പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ പോലീസ് അത് അന്വേഷിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കട്ടെ. അത് ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള സമയത്ത്, ഷാഫി ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഇത്രയും കാലം ഭരിച്ചവർ ആരും തന്നെ അത് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ക്രെഡിറ്റ് ഒരു വലിയ വിഷയമാണ്. അത് ആര് ചെയ്തു, എങ്ങനെ വന്നു, എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളൊരു ക്രെഡിറ്റിന്റെ പ്രശ്നം കാര്യമായിട്ടുണ്ട്. അല്ലാതെ ഇതിനു മാത്രം അവഗണിക്കപ്പെടാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല. ഞാനിവിടെ MLA ആകുമ്പോൾ ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നൊരു കാര്യവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും UDF ഗവൺമെന്റ് വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യം ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ എല്ലാവിധ കാര്യങ്ങൾക്കും സുസജ്ജമാക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാതെ എന്തായിരിക്കും അവസ്ഥ?
അപ്പൊ അതേ സ്ഥാനത്ത് ഈ നമ്മുടെ സിന്തറ്റിക് ട്രാക്കിൽ അവിടെ ഒരു കുട്ടികൾക്ക് വസ്ത്രം മാറാൻ പോലും ഒരു സാഹചര്യം ഇല്ല. മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ ഇതുവരെ ഒന്നും ആവാതെ കിടക്കുന്നു. ടൗൺ ഹാള് പൊളിച്ചിട്ടിട്ട് അതേപടി കിടക്കുന്നു. ഇതേ ചോദ്യം ഞാൻ രാഹുലിനോട് ചോദിച്ചിട്ടുണ്ട്, ഷാഫിയോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് അവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാക്കുന്നതാണ്. എന്താണ് അപ്പൊ അവരുടെ കൂടെ ഒരു പിടിപ്പുകാരില്ല, ജയിപ്പിച്ചു വിടുന്ന ആളുകൾ ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സമയം വേണമല്ലോ, ചെയ്യുമല്ലോ, ചെയ്യും. 10 വർഷത്തിന് മേലെ ഈ 10 വർഷവും ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് തരണ്ടേത്. മറ്റു പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ യു ഡി എഫ് പ്രതിനിധിയെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം 10 വർഷമായിട്ട് ഇനി തുടർഭരണം വരികയാണെങ്കിൽ അടുത്ത 5 വർഷവും അല്ല അങ്ങനെ അപ്പൊ ചെയ്യൂ. വിജയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്ന വലിയ രാഷ്ട്രീയമാണ്. അങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള ബോധ്യമാണ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ കാര്യത്തിന് ഫണ്ട് വേണമല്ലോ, ഇതിന്റെ ക്രെഡിറ്റ്. ബാക്കി എല്ലാവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? എന്തോ അതുകൊണ്ടാണ് തുടർഭരണം വരാൻ സാധ്യത ഇല്ലാത്തത്. ഈ അവസ്ഥ പാലക്കാട് വരുന്നതല്ല. മെഡിക്കൽ കോളേജിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. മെഡിക്കൽ കോളേജ് 12 വർഷം മുമ്പാണ് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. 2 മുറി കെട്ടിടം പ്രാക്ടിക്കൽ പഠനത്തിന് പാലക്കാട് ജില്ലാ ആശുപത്രി. ആ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2000 കോടി രൂപ പോയി കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ് കുടുംബത്താരോടും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഗംഭീരമായ വികസനമാണ് മെഡിക്കൽ കോളേജ് ബന്ധപ്പെടുത്തിയത്. മറ്റൊരു മാധ്യമപ്രവർത്തകൻ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ശോചനീയമാണ്, എന്തെങ്ങനെ കിടക്കണേന്ന് ചോദിച്ചു. നിങ്ങൾ വികസനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കണ്ടു. അല്ല, ഞാൻ ചെന്ന് കണ്ടു. നമ്പർ 1 ആണെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ പിന്നെ അമേരിക്കക്ക് പോകുന്നത്? എന്നാ പിന്നെ ഇവിടെ തന്നെ ചികിത്സ തേടിയാൽ മതിയല്ലോ. അത് പൊതുജനം ഏത് കമന്റ് ബോക്സ് നോക്കിയാലും നിങ്ങൾക്ക് കാണുന്നൊരു ചോദ്യമാണത്. അതാണ് പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങളിപ്പോ ഹൈവേ എടുത്താലും ഒക്കെ ഈ പൊളിഞ്ഞ സ്ഥലവും പൊളിയാത്ത സ്ഥലവും നോക്കിയാൽ മനസ്സിലാവും ഏത് ആരാ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇവിടെ. ഇത് നമ്മളുടെ അവകാശങ്ങളാണല്ലോ ഔദാര്യങ്ങൾ പോലെ ആകുന്നത്. നമ്മുടെ അവകാശങ്ങളെല്ലാം ഔദാര്യങ്ങൾ പോലെ ആകുന്നത്. പിന്നെ ഈ വികസനം എന്ന കാര്യം നമ്മുടെ ഓരോ ഗവൺമെന്റുകൾ മാറി വരുന്നവർ ഏറ്റവും കൃത്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടുന്നതായ കാര്യമാണ്. അതിനൊപ്പം ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട കാര്യമായ കുറെ മനുഷ്യനാണ് മാനദണ്ഡം എന്ന് പറയും. മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആത്മാഭിമാനം തൊട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. മനുഷ്യന്റെ വിശ്വാസങ്ങളുടെ ഏരിയകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഏരിയകളെ നിങ്ങൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോക്കസ് അവിടെ വെച്ചുകൊണ്ട് വളരെ പ്രൈമറി ആയിട്ടുള്ള വേറെ ഒരുപാട് ഏരിയകൾ കാര്യമായിട്ട് ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്. പല ഏരിയകളിൽ, പല മൈനോറിറ്റിയുടെ കാര്യങ്ങളിലുള്ള ഏരിയകളിലാണെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഏരിയകളിലാണെങ്കിൽ, എല്ലാ കാര്യത്തിലും നമ്മൾ മനുഷ്യരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു 10 ദിവസത്തിൽ ഒരു തവണയെങ്കിലും കൊലകളുടെ വാർത്തകൾ കാണുന്നുണ്ട്. അത് മകൻ അമ്മയെ കൊന്നു, അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഒരു ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് മാത്രമല്ല, ലഹരിയുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ മാനസിക ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ, ഭയങ്കര സ്ട്രെസ്ഡാണ് ആളുകൾ കൂടുതലും. അപ്പോൾ നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയുന്നത്, ഓഫ് കോഴ്സ് എല്ലാ ഗവൺമെന്റുകളും വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വികസനം തന്നെയാണ് അവർ മുന്നിലേക്ക് കൊണ്ടുവന്നെങ്കിലും മനുഷ്യൻ എന്നൊരു മാനദണ്ഡം പ്രത്യേകിച്ച് പെട്ടെന്ന് വളരെയധികം കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യങ്ങൾക്ക് ഒരു പരിഗണന കിട്ടാത്തതുപോലെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴാണ് ഈ പറയുന്ന മൊത്തം ജീവിത നിലവാരത്തിൽ മാറ്റേണ്ടത്. അതൊരു ഘടകമാണ് വികസനം. അപ്പം അതാണ് ഈ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഒരു നിങ്ങൾക്ക് നല്ലൊരു പാർക്ക് ഞാൻ കെട്ടിത്തന്നിട്ട് ഈ വാർത്ത വായിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആ പാർക്കിൽ കയറുന്നിടത്ത് ഈ സഹായിക്കണം എന്ന് പറഞ്ഞുള്ള 2 ഫ്ലക്സുകൾ ചാരി വെച്ചത് കണ്ടിട്ട് നമുക്ക് അവിടെ മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞു വികസനത്തിനെതിരല്ല. വികസനം ഓഫ് കോഴ്സ് വേണം. ഒപ്പം മനുഷ്യന് വലിയ പ്രാധാന്യം കൊടുക്കണം. വോട്ടേഴ്സിന്, ജനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഞാനിവിടെ വന്നപ്പോൾ ഇവർ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, അയാള് രാഷ്ട്രീയക്കാരനാണോ എന്നൊരു രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയുന്നതാണ് എനിക്കെതിരെ വലിയൊരു ആരോപണം തന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരെല്ലാം പറയുന്നുണ്ടോ അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഓരോ വോട്ടർമാരെയും കൂടിയാണെന്ന് ഞാൻ പറയും. ഞാൻ ചെയ്ത മറ്റൊരു തൊഴിൽ വെച്ചിട്ട് എനിക്ക് രാഷ്ട്രീയമില്ല, അല്ലെ എനിക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാനത്ത് ചായക്കടയിൽ നിന്ന് വർത്താനം പറയുന്ന സാധാരണക്കാർക്ക് പോലും രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യക്തമായ അറിവുകളുണ്ട്. അപ്പൊ രാഷ്ട്രീയം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരാൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നതിന് മേളിലൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഞാൻ 60 സ്ഥലങ്ങളിൽ പാർലമെന്റ് മണ്ഡലങ്ങളും ബൈ ഇലക്ഷനും അല്ലാത്ത തെരഞ്ഞെടുപ്പുകൾക്കും പ്രചരണത്തിന് പോയത് ഉൾപ്പെടെ ഏറ്റവും
ഏറ്റവും സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ 60 വർഷം എന്ത് ചെയ്തു എന്ന് പെട്ടെന്നൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഈ 60 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് 190 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചൊരു ഇന്ത്യയാണ് കൈ കിട്ടിയത്. BJP ഇന്ത്യയിലേക്ക് ഭരണത്തിന് വരുമ്പോൾ ആളുകൾ കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഭൂരിപക്ഷമായിട്ടുണ്ടായിരുന്നത്, ഭൂരിപക്ഷത്തിലുണ്ട്. നമ്മൾക്ക് ഈ 190 വർഷം ഭരിച്ച് ഓരോ 200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഭാഷയും സംസ്കാരവും മാറുകയും ആ മാറിയ സംസ്കാരത്തിനകത്ത് ജാതി മതവുമായി വേർതിരിഞ്ഞിരിക്കുകയും 15% താഴെ മാത്രം ലിറ്ററസി, 45 വയസ്സിൽ താഴെ മാത്രം ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുമുള്ള ഒരു ഇന്ത്യയാണ് കൈ കിട്ടുന്നത്. രാവിലെ രാത്രിയും എന്ത് കഴിക്കണം എന്നറിയാത്ത, പോളിയോയും ലെപ്രസിയും പോലുള്ള അസുഖങ്ങൾ ബാധിച്ചിരുന്ന ഒരു ഇന്ത്യയാണ് കൈ കിട്ടുന്നത്. ആ ഇന്ത്യയെ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന, ഞാൻ അതാണ് നേരത്തെ വികസനവും മനുഷ്യന്റെ പ്രാധാന്യവും എന്ന് പറഞ്ഞൊരു സ്ഥലമുള്ള സ്ഥലം. അന്ന് നമുക്കൊരു 6 ലൈൻ റോഡാണോ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണമാണോ ആവശ്യമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് 48, 49 തൊട്ടുള്ള കാലങ്ങളിലാണ്. മനുഷ്യനായിരുന്നു പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അവന്റെ ആയുസ്, അവന്റെ വിദ്യാഭ്യാസം, അതിനെ ഫയലായിട്ട് കിടന്നതിന് ഒരു ഫോൾഡർ ആക്കുമ്പോൾ ആളുകൾ തന്നെ നിൽക്കാനും നിവർന്ന് നിൽക്കാനും ആകുന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് വികസനം പറയൂ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നത്. കോൺഗ്രസ് ഭരിച്ച ഒരുപാട് കാലം അതായിരുന്നില്ല ഇവിടുത്തെ പ്രിഫറൻസ്. ഒരു രീതിയിലും ആയിരുന്നില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് പോലും നമ്മുടെ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് പറയുന്നത് ആ കാലത്ത് പോലും ഭയങ്കരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശിശുമരണ നിരക്ക് ഇതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് അറിയാവുന്ന ശിശുമരണ നിരക്ക് മറ്റു പല വികസിത രാജ്യങ്ങളെക്കാളും കൂടുതലുള്ള നാടാണ് കേരളം. ഈ പറയുന്ന മനുഷ്യന്റെ ജീവിതവും അതുപോലെ ഭൗതിക എല്ലാ വികസനങ്ങളും ഉൾക്കൊള്ളുന്ന സാധനം ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. കോൺഗ്രസിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച നേതാക്കന്മാർ, MP-മാർ, MLA-മാർ, മുഖ്യമന്ത്രിമാർ കൂട്ടത്തോടെ BJP പോയി ചേരുന്നതിന് ആരാണ് ഉത്തരവാദി? ഇപ്പൊ ആരും പോയിട്ടില്ലല്ലോ. കഴിഞ്ഞ കുറെ കാലമായിട്ട് വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ആളുകൾ, MP-മാർ, അതിനാരാണ് ഉത്തരവാദി? അത് പോയവര് എല്ലാ പാർട്ടിയിൽ നിന്നും പോയിട്ടില്ലേ? കേരളത്തില് ഇപ്പം ഇത്തവണ 5 പേര് പോയിട്ടില്ലേ? ഇടതുപക്ഷത്തിന്റെ 5 പേര്. അങ്ങനെയാണ് കോൺഗ്രസിൽ പോയത്. അങ്ങനെയാണ് പോയിട്ടുണ്ട്, ആള് പോയിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് പോയത് മാത്രമല്ല, എല്ലാ കാലത്തും കോൺഗ്രസിൽ ഒരാൾ ചെയ്യുന്നത് മാത്രം, അല്ലെങ്കിൽ UDF ഒരാൾ മാത്രം പറയും. തെറ്റായി കാണരുത്, പറയും. മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രിഫറൻസ് പറഞ്ഞു. MLA ആയിട്ട് ജയിച്ചു കഴിഞ്ഞു ഒരു 5 പദ്ധതി അല്ലെങ്കിൽ ഒരു 5 കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു പറയാം. ഞാൻ ആളുകളുടെ മാനസികമായ സന്തോഷത്തിന് ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ ആലോചിച്ചത്. ഒന്ന്, ഒരു 18 തൊട്ട് 25 വയസ്സ് ഏജ് വരെയുള്ള കുട്ടികൾ, അവരുടെ ഒരു സ്ട്രെസ്സിന്റെ ഏരിയയിൽ അവർക്ക് മാനസിക ഉല്ലാസം കൊടുക്കുന്നതും അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ടും അവർക്ക് കൗൺസിലിങ്ങിന്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനും അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതിനും. ചില ആളുകളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടാവും, പൈസ ഉണ്ടാവില്ല. ചില ആളുകളുടെ പൈസ ഉണ്ടാവും, നല്ല ഐഡിയ ഉണ്ടാവില്ല. ഇവരെ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഏജ് ഗ്രൂപ്പിന് വളരെ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നിൽക്കാവുന്ന ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഒപ്പം പ്രായമായ ആളുകൾ, ഞാൻ ഒരുപാട് ആളുകളെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പോയപ്പോൾ കണ്ടവരുണ്ട്. നമ്മുടെ പ്രായമായ ആളുകൾ വളരെ അധ്വാനിച്ചു വന്ന ഒരു വലിയ വിഭാഗമാണ്. അവര് നമ്മുടെ നാട്ടിൽ പ്രായത്തെ മക്കളൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരു രോഗം പോലെ കാണുന്ന അവസ്ഥ എനിക്ക് എൻ്റെ അച്ഛന് 85 വയസ്സും അമ്മയ്ക്ക് 80 വയസ്സുമായി. ഇവരിപ്പോഴും പറ്റുമെങ്കിൽ ഒരു കാര്യം തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കലോ കാര്യങ്ങളോ, അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പല വീടുകളിലും വലിയ കിടപ്പ് രോഗികളുണ്ട്. അവരിന്നത്തെ വലിയ ചൂട്, വളരെയധികം വലിയ ചൂടാണ്. ഞാനിവിടെ പ്രചരണം നടക്കുമ്പോൾ കാണുന്നതുമല്ല, പലരും വലിയ ചൂടിൽ ബെഡ്സോർ ഉൾപ്പെടെ വരുന്ന അവസ്ഥകളുണ്ട്. അത് ഏതെങ്കിലും എൻ്റെ പരിചയത്തിൽ ഞാൻ കഴിഞ്ഞ 26 വർഷം ചെയ്ത മേഖലയിൽ നിന്ന് എനിക്കുണ്ടായ ബന്ധങ്ങൾ കൊണ്ടുണ്ടാകുന്നതുകൊണ്ട് പല CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും അവർക്കൊരു AC എങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ വേണം, നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മളെ വേണം. നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഈ 2 സ്ഥലത്തും ഫിസിക്കലി നമ്മൾ പ്രസന്റ് ആകണം. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഒരു മിഡിൽ ഏജുകാരൻ നിൽക്കുന്നത്. എന്നാൽ കുട്ടികളുടെ അടുത്ത് നമ്മൾ വേണം, മാതാപിതാക്കളുടെ അടുത്ത് നമ്മൾ വേണം, നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ വേണം. ഈ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമായിരിക്കുന്നതിൻ്റെ ഒരു സ്ട്രെസ് നമ്മുടെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും അനുഭവിക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് കൃത്യമായി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് ഇവിടെ ഒന്ന് അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് ആക്കിയിട്ട് പോകാൻ പറ്റിയ ഒരു സേഫാണ്. അല്ലെങ്കിൽ അച്ഛനെ ഇന്ന് നോക്കാൻ ഒരാളെ തൽക്കാലം വേണമെങ്കിൽ, അച്ഛനെ നോക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നതിനകത്ത്
ഞാൻ ഇപ്പുറത്ത് പറഞ്ഞ ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പിനകത്ത് അതും വിടും. ഒരു ചെറുപ്പക്കാരൻ 2 ദിവസം ഒരു വയസ്സായ ആളെ നോക്കാമെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വയസ്സായ ആളുടെ മധ്യവയസ്സുള്ള ആൾക്ക് കുറച്ച് സമയം കിട്ടും, ഈ ചെറുപ്പക്കാരന് ചിലപ്പോൾ ഒരു ചെറിയ വരുമാനം കിട്ടും, ആ വയസ്സായ ആൾക്കൊരു ആള് കൂട്ടാവും. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു സാധനമാണ്. ഇതിനെ ഒരു ഗവൺമെന്റിന്റെ പിന്തുണ പോലും വേണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ടീമിനെ ഉണ്ടാക്കിയാൽ, അത്തരത്തിലൊരു 100 വളണ്ടിയേഴ്സിനെ ഇവിടെ ഉണ്ടാക്കിയാൽ, ഈ വളണ്ടിയേഴ്സിനെ കൊണ്ട് ഒരു 100 പേരെ എനിക്ക് 100 വയസ്സായ ആളുകളെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ വളണ്ടിയേഴ്സിന്റെ എണ്ണം 500 ആയാൽ അതിന്റെ ഡബിൾ ആകാൻ പറ്റും. ഇത്തരത്തിൽ പ്രാഥമികമായി മനുഷ്യന്റെ കാര്യങ്ങളിൽ ഇടപെടണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അല്ല വയസ്സായവരും ഒരു നിമിഷം വയസ്സായ ആൾക്ക് ഉപരിവർഗവും മധ്യവർഗവും ഉണ്ടോ? ചെറുപ്പക്കാർക്ക് ഉപരിവർഗവും, വയസ്സായ ആളാണെങ്കിൽ വയസ്സായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളെ നോക്കാൻ ഒരാൾ വരുന്നതിന് അടിസ്ഥാന ഉപരിവർഗത്തിന്റെ വീട്ടിലാണോ ചൂടില്ലാതെ AC കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്? അതാണോ? ഉണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം മാനസിക സന്തോഷത്തിനും ശാരീരിക ഇവർക്ക് എന്ത് ചെയ്യുന്നുള്ളതാണ്. അതിൽ ഉപരിവർഗവും കീഴ്വർഗവും ഒന്നും ഉണ്ടായിരുന്നില്ല. ചൂടെടുത്ത് വീട്ടിൽ കിടക്കുന്നവർക്ക് കേസ് കൊടുക്കുക എന്ന് പറയുന്നതിന് വർഗത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. കർഷകരുടെ കാര്യം എന്ന് പറയുന്നത് വേറെ വിഷയമാണ് നിങ്ങൾ ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെടുത്തി ഉപരിവർഗം എന്ന് പറയുന്നത്, കർഷകരുടെ വിഷയം എന്ന് പറയുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും കൃഷിയിട്ടും കാലുകൊണ്ട് ചിക്കിയും ഒക്കെ നിൽക്കുന്ന ഒരുപാട് വീടിന്റെ മുറ്റത്ത് മണൽ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ നെല്ല് ചാക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അതിന് UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ നഗരവും ഗ്രാമവും തമ്മിലുള്ള അടുപ്പം, ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ കാളവണ്ടിയും നെൽപ്പാടമുള്ള ഗ്രാമവും 15 മിനിറ്റ് യാത്ര ചെയ്താൽ വലിയൊരു അർബൻ ഏരിയയിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട് ഈ പാലക്കാട്. ഇത് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു വലിയ സ്കോപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നും ഇവിടെ നെല്ല് മാത്രമല്ല, പശു വളർത്തുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. രാവിലെ പാല് നഗരത്തിലേക്ക് എത്തുന്നത് നമുക്ക് അതിനൊരു നല്ല സോഴ്സ് ഉണ്ടാക്കിയാൽ അവിടെ നിന്നുള്ളത് പെട്ടെന്ന് നഗരത്തിലെത്തും. നഗരത്തിൽ പശുവിനെ വളർത്തുന്നവരില്ല. ഇടനിലക്കാരുടെ എണ്ണം കുറയുകയും കുറച്ചുകൂടെ ബെനിഫിറ്റ് ഗ്രാമത്തിലുള്ളവർക്ക് കിട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പം കർഷകർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മണ്ഡലത്തിൽ മുഴുവൻ യാത്ര ചെയ്തതിൽ നമുക്ക് ഒരു വിഷയം പറയുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല ആളുകളുടെ ആവശ്യങ്ങൾ. എല്ലാ തരത്തിലുള്ള ആളുകൾ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇവിടെ ടർഫും ഫുട്ബോൾ ഗ്രൗണ്ടും വേണമെന്ന് പറയുന്നിടം തൊട്ട് വലിയ വലിയ ആവശ്യങ്ങൾ പറയുന്നത് വരെയുള്ള റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന വിവിധങ്ങളായ ആളുകളെ കണ്ടു. ഇതിലെല്ലായിടത്തും ഏറ്റവും സിൻസിയറായി നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരുപാട് ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആരോഗ്യ മേഖലയില്, കാരണം ഞാൻ ഉൾപ്പെടെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, മാനസികമായ സന്തോഷത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രാധാന്യം ഞാൻ അതിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. അത് ചെയ്യും. പറഞ്ഞധികം ഒരു സമൂഹത്തിന് മൊത്തം ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ അധിക ആളുകൾക്കും നേരിട്ട് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഈ പെൻഷൻ പോലെ ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി 1500 രൂപ ഓരോ ആളുകൾക്കും മാസം വീട്ടമ്മമാർക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ കാണുന്നത്? MLA ആയിട്ട് 1500 വീതം കൊടുക്കുന്നുള്ള വേറൊരാള് പറഞ്ഞൊരു കാര്യമാണ്. അതിനെ കാണുക, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇപ്പോൾ ഇരുന്ന് വിലയിരുത്തുക എന്ന് പറയുന്നത്, ഒരു മത്സരം നടക്കുന്ന സമയത്ത് ഒരു എന്താ പറയുന്നത്, ഒരു ജെനുവിൻ ഒരു ഡീസന്റ് പൊളിറ്റീഷ്യന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്ക് മുമ്പും വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രാക്ടിക്കലായ കാര്യങ്ങളും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഇതുവരെ കിട്ടിയ വാഗ്ദാനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടേണ്ടതായിരുന്നു, എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം മറ്റൊരാൾ പറഞ്ഞ അവരുടെ പ്ലാനുകളെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞൊരു പ്ലാൻ മറ്റൊരാളോട് ചോദിക്കുന്ന പോലെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് അവരുടെ ഐഡിയയിലുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയെ മനസ്സിൽ കാണുന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാരാന്ന് എനിക്ക് ഒരു ദീർഘകാല അളവിൽ പറഞ്ഞതായിരിക്കും. വരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും കിട്ടുന്നത് ഒരാഗ്രഹമുണ്ട്. ഒരാള് വനിതാ മുഖ്യമന്ത്രി ആകുന്നത് നല്ല കാര്യം തന്നെയാണ്, അതിൽ ഇതിലൊന്നുമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്നാണല്ലോ ആയിരിക്കുമല്ലോ പറഞ്ഞത്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ കണ്ടാൽ കൊള്ളാം, സന്തോഷമുണ്ടെന്നുള്ളതായിരിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഭാവി പ്രചാരണ പരിപാടികൾ നമ്മൾ കുറച്ച് പ്ലാൻഡ് ആണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പലതവണ പറഞ്ഞതുപോലെ, ഇനി ഒരു പോസ്റ്ററിന്റെ എണ്ണത്തിലോ ഹോർഡിങ്സിന്റെ എണ്ണത്തിലോ ഒന്നും ഒരാളുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വളരെ വൈകിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ തവണയും ഇവിടെ കാണുമ്പോൾ പോസ്റ്ററിലും ഹോർഡിങ്ങിലും അതിൻ്റെ എണ്ണത്തിലുമൊക്കെ BJP മുന്നിലും
വാർത്തകളിലും കാര്യങ്ങളിലും ഒക്കെ LDF മുന്നിലും ജയിക്കുമ്പോൾ UDF മുന്നിലും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത് എല്ലാ തവണയും. പിന്നെ ഞങ്ങൾ സിനിമയിലുള്ളവർ പറയും, എത്ര പോസ്റ്റർ വെച്ചാലും എത്ര നടന്മാരിറങ്ങി നടന്ന് പബ്ലിസിറ്റി ചെയ്താലും ഏതെല്ലാം സ്റ്റാർ ഇറങ്ങിയാലും ഒരു സിനിമ വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന കണ്ട നമുക്ക് ഉറപ്പുള്ള നമ്മളോട് സ്നേഹമുള്ള ഒരാൾ തരുന്ന വാക്കിൻ്റെ വിശ്വാസത്തിലാണ്. അതിലാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മൾ വളരെ സിൻസിയറാണ്. നമ്മൾ പരമാവധി പറ്റുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുക, ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിളിക്കില്ല എന്നാ പറഞ്ഞത്, എത്തിക്കില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ ആരും വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിർബന്ധിച്ച് ആരെയും കൊണ്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവര് വരുന്നവര് ഞാൻ വേണ്ടെന്ന് പറയുന്നതല്ല. ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആസിഫ് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ വരാൻ തയ്യാറാണെന്ന്. ഇപ്പോഴും വരികയില്ല. എനിക്കൊരാൾ, നിങ്ങൾ സിനിമാ താരങ്ങൾ വരുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവർ തൊട്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ മണ്ഡലത്തിൽ വരുന്നുണ്ട്, എന്നെ കാണാൻ വരുന്നുണ്ട്, നടക്കാൻ വരുന്നുണ്ട്. അവര് എന്നോടിടാ ഞങ്ങൾ നീ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ഇല്ല ഞങ്ങൾ വരാൻ റെഡിയാണ്, നിങ്ങൾ ഇവിടെ വരണ്ടെന്ന് പറയുന്നതിനകത്ത് ഞാൻ അത് എതിർക്കേണ്ട ആവശ്യമില്ല. അവർ വന്നോട്ടെ. ഞാൻ ഒരാളെ, എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ പറയും, എടാ നിങ്ങൾ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ സൈബർ ഇടങ്ങളിൽ, എനിക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ അഭാവമുണ്ട്, സൈബർ ഇടങ്ങളിൽ കേൾക്കേണ്ടി വരും, നിങ്ങൾ റെഡി ആണെങ്കിൽ വന്നോ, നിങ്ങൾ ചെയ്തോ. ഞാൻ വിളിച്ചിട്ട് ഞാൻ വേറെ വിളിക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്ന ഒരു പരിപാടി നടക്കുന്നത് ഞാനായിട്ട് എന്തിനാ ഇല്ലാണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയം ഭയങ്കര പരിമിതമാണ്, വളരെ പരിമിതമായിട്ട്. അതായത് ഏതാണ്ട് ഒരു 4 മണി ടു രാത്രി 1 o'clock വരെ ഇങ്ങനെ നിലം തൊടാതെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഇതിന് തൊട്ടു മുമ്പ് വരെ പോലും വേറൊരു ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഓടി വരുന്നത്. നിങ്ങൾ ചോദിച്ച പല വിഷയങ്ങളും പ്രിപ്പയർ ചെയ്ത് വരിക എന്ന് പറയും. ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിന് വരുമ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പല സന്ദർഭങ്ങളിൽ ആലോചിച്ചു പോയി. ഇതെല്ലാം യാത്രക്കിടയിൽ ആലോചിച്ച കാര്യങ്ങളാണ്. എല്ലാ സഹകരിച്ചവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നമ്മൾ വീണ്ടും കാണേണ്ടവരാണ്. ഈ കഴിഞ്ഞ കുറേ നാൾ ഞാനും മാധ്യമരംഗത്ത് തന്നെ നിന്നിട്ടുള്ളവരാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.